താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിലെ പ്രതി പിടിയിൽ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാമാണ് പിടിയിലായത്. ഇയാൾ ബംഗ്ലാദേശ് സ്വദേശിയാണ് എന്നാണ് നിഗമനമെന്ന് മുംബൈ പോലീസ് പ്രതികരിച്ചു. एक आरोपी को उसमें अरेस्ट किया गया है. आरोपी का नाम मोहम्मद शरीफुल इस्लाम शहजाद है. एज 30 इयर्स. ये समझ में आया है कि ये आरोपी चोरी के इरादे से उस घर में उसने एंटर किया था. बांग्लादेशी ओरिजिन का है ऐसा हमारा डाउट है. So there is a primary evidence to anticipate that this accused is Bangladeshi. He doesn't have a Indian valid document. There are some seizures which indicate that he is a Bangladeshi national. We think that this is his first time entrance at that residence. पिछले 5-6 महीने पहले मुंबई आया है ऐसा पता चला है. हाउसकीपिंग एजेंसी में काम करता है. രാകേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. രാകേഷ്, പ്രാഥമിക വിവരങ്ങളാണ് മുംബൈ പോലീസ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. മോഷണം തന്നെയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്നാണോ പോലീസ് പറയുന്നത്? അതെ ശ്രുതി, കാരണം ഇന്ന് പുലർച്ചെയാണ് താനെയിൽ നിന്നാണ് സൈഫ് അലി ഖാനെ ആക്രമിച്ച കേസിലെ പ്രതിയെ പിടികൂടിയത്. അതിനുശേഷം അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിലാണ് മുംബൈ പോലീസ് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. അതായത് ഇയാൾ ബംഗ്ലാദേശ് സ്വദേശിയാണ് എന്നാണ് മുംബൈ പോലീസ് വ്യക്തമാക്കിയത്. മാത്രമല്ല ഇയാളുടെ പേര് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷഹസാദ് എന്നാണ്. കാരണം നേരത്തെ വിജയ് ദാസ് എന്നാണ് ആദ്യഘട്ടത്തിൽ ഇയാളുടെ പേരെന്ന രീതിയിലാണ് പുറത്തു വന്നിരുന്നത്. കാരണം പോലീസ് തന്നെ വിശദീകരിച്ചത് ഇയാൾ 5 മാസം മുമ്പാണ് മുംബൈയിലെത്തിയത്. മുംബൈയിലെത്തിയ ശേഷം വിജയദാസ് എന്ന പേരാണ് ഇയാൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇയാളുടെ യഥാർത്ഥ പേര് അങ്ങനെയല്ല എന്ന് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല ഇയാൾ ബംഗ്ലാദേശ് പൗരനാണ് എന്നാണ് പ്രാഥമിക നിഗമനം. അത്തരമൊരു വിലയിരുത്തലാണ് ഇപ്പോൾ മുംബൈ പോലീസ് എത്തിയിട്ടുള്ളത്. മാത്രവുമല്ല മതിയായ രേഖകളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നതെന്നുകൂടി പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 30 വയസ്സാണ് ഇയാളുടെ പ്രായം. മാത്രവുമല്ല അശ്വതി ചോദിച്ച പോലെ തന്നെ കവർച്ച നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇയാൾ സെയ്ഫ് അലി ഖാന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത് എന്നുകൂടി പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും രാവിലെ പോലീസ് നൽകിയ വിവരം ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിലെ പോലീസിന് ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ സഹായമൊന്നും തന്നെ, പ്രത്യേകിച്ച് ഈ വീട്ടിൽ നിന്നുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ജീവനക്കാരുടെയോ മറ്റൊരു സഹായമൊന്നും തന്നെ ഇയാൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ വിശദമായി ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അങ്ങനെ വിശദമായി ചോദ്യം ചെയ്യലിന് തയ്യാറെടുക്കുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ തന്നെ സംശയിച്ചിരുന്ന ഒരു കാര്യം, വേറെ ആരുടെയെങ്കിലും സഹായം, ഈ വീട്ടിൽ നിന്നുള്ള സഹായം, ഒപ്പം ഇതിൽ ഇയാൾ മാത്രമാണോ, ഒരാൾ ഒറ്റയ്ക്കാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഗൂഢാലോചനയോ ആസൂത്രണമോ ഒക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു വിരാമം ഇടുന്നില്ലല്ലോ അല്ലെ പോലീസ്? ഇയാൾ പറയുന്നത് മുഴുവനായും വിശ്വസിച്ചുകൊണ്ടൊരു അന്വേഷണം അല്ല ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയല്ല, കാരണം പൂർണ്ണമായും ഇയാൾ പറയുന്നത് ഈ ഘട്ടത്തിൽ പോലീസ് വിശ്വസിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും എന്തായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ പശ്ചാത്തലം എന്ത്, ഒപ്പം തന്നെ ഇയാൾക്ക് മറ്റേതെങ്കിലും തരത്തിൽ സമാനമായ രീതിയിലുള്ള കേസുകളിൽ ഇയാൾ അകപ്പെട്ടിട്ടുണ്ടോ, ഇയാൾക്ക് വലിയ ഏതെങ്കിലും സംഘങ്ങൾ ഇയാൾക്ക് പുറകിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിൽ വരേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മുംബൈ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്ന് കോടതിയില്ല, സ്വാഭാവികമായും മജിസ്ട്രേറ്റിന് മുമ്പിലായിരിക്കും ഹാജരാക്കുക. അതിനുശേഷം കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ മുംബൈ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മുംബൈ പോലീസ് ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. പക്ഷേ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പങ്കുവച്ചത്. അതിലാണ് ബംഗ്ലാദേശ് പൗരനാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇയാൾ 5 മാസമായി മുംബൈയിലുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് കൂടി പോലീസ് ഇപ്പോൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും അതിൽ ആ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോലീസ് പോയിട്ടില്ല. ഇപ്പോൾ ലഭിച്ച പ്രാഥമിക വിവരങ്ങളാണ് അവർ പങ്കുവച്ചത്.